ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം ക്യാൻവ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എങ്ങനെ എത്ര ഇന്റലിജന്റ് ആയിട്ട് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. അതിനകത്ത് ക്യാൻവ മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഈസ് എൻ എക്സലന്റ് ഇനീഷ്യേറ്റീവ് ഫ്രം ക്യാൻവ. നമുക്കതിനെ ഡീപ്പായിട്ട് കാണാം, എന്തൊക്കെ ക്യാൻവ മാജിക്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ക്യാൻവ മാജിക് സ്റ്റുഡിയോനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ക്യാൻവയിൽ ക്യാൻവയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ മാജിക് സ്റ്റുഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ലാൻഡിംഗ് പേജ് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡിംഗ് പേജ് ആണ്. അവിടെ ഒരുപാട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പോസിബിൾ ആണ് അല്ല എന്നുള്ളതെല്ലാം ഇവിടെ വളരെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽ നൗ ലെറ്റ് us മേക്ക് ഇറ്റ് അവർ സെൽഫ്. നമുക്ക് സ്വയം ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങളുടെ കരിയറിൽ ചെയ്യാനായിട്ട് സാധിക്കും, മറ്റൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഒരു കാര്യം, ക്യാൻവ മാജിക് സ്റ്റുഡിയോ ഈസ് എ പ്രോ ഫീച്ചർ. ഓക്കെ, അപ്പോൾ അത് ഫ്രീ വേർഷൻ ഉള്ളവർക്ക് ചിലപ്പോൾ അത് അവൈലബിൾ ആയിരിക്കില്ല. സോ ജസ്റ്റ് അപ്പൊ നമ്മളുടെ ക്യാൻവ സെഷൻ പ്രോഗ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ഫ്രീ ആൻഡ് പ്രോ വേർഷൻസിന്റെ ഡിഫറൻസ് കണ്ടു. ഡാഷ്ബോർഡിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അതിനുശേഷം ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ക്യാൻവയുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ ഡിസൈനിങ് നമ്മൾ ചെയ്തു നോക്കി. ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത് മാജിക് സ്റ്റുഡിയോയിലാണ്. ഓക്കെ, മാജിക് സ്റ്റുഡിയോയിൽ ഈ 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്പർ 1, മാജിക് റൈറ്റ്. എന്താണ് മാജിക് റൈറ്റ്? ഓക്കെ, സോ മാജിക് റൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചാറ്റ് GPT പോലെ ക്യാൻവയുടെ ഉള്ളിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും, പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് മാജിക് റൈറ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഗോ ടു ക്യാൻവ. ക്യാൻവയിൽ പോയിട്ട് ഒരു ഡോക്ക് ഫയൽ ഓപ്പൺ ചെയ്യുക. ഡോക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം, ടെസ്റ്റ് ഫയൽ. അതിനുശേഷം കം ഡൗൺ. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാജിക് റൈറ്റ് എന്നിവിടെ കാണാം. മാജിക് റൈറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാറ്റ് GPTയിൽ പ്രോംപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. റൈറ്റ് 5 ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജനറേറ്റ്. ഇത് പ്യുവർലി നമ്മൾ ചാറ്റ് GPTയിൽ ചെയ്യുന്ന പോലെ നമുക്കിവിടെ കണ്ടന്റ് ക്യാൻവ തരും. ഇപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ 5 ബെനിഫിറ്റ്സ് ആണ് ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫേഴ്സ് plethora of benefits on increased reach and visibility, cost effective marketing, ടാർഗറ്റഡ് അഡ്വർടൈസിങ്. അപ്പൊ നമുക്ക് വേണ്ട കണ്ടന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇൻസേർട്ട്. നിങ്ങൾക്ക് ഇനി ഈ കണ്ടന്റ് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ റീട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസേർട്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ കണ്ടന്റ് കിട്ടി. ഇതാണ് മാജിക് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ബേസിക്കലി ചാറ്റ് GPT ഇൻസൈഡ് ദി ക്യാൻവ. ഇതാണ് മാജിക് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ടു ഇമേജ്. ടെക്സ്റ്റ് ടു ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിനെ വെച്ചിട്ട് നമുക്ക് ഇമേജ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതും നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഓപ്പൺ എ ഫയൽ. ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആപ്സിൽ പോയി കഴിഞ്ഞാൽ മാജിക് മീഡിയ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാജിക് മീഡിയയുടെ ഒരു പാനൽ ഓപ്പൺ ആയിട്ട് വരും. ഈ പാനലിൽ നമുക്ക് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് തരും. സോ നമ്മളിവിടെ കൊടുക്കുന്നത് എ ബോയ് സ്റ്റാൻഡിങ് ഓൺ ദി ടോപ്പ് ഓഫ് എ mountain with ice cream. ഒരു മലമുകളിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ ക്രിയേറ്റ് ചെയ്യാനാണ്, ഡിസൈൻ ചെയ്യാനാണ് പറയുന്നത്. സോ ഞാനിവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമേജസ് സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു ഫിലിമിക് സ്റ്റൈൽ എടുക്കുകയാണ്. ദെൻ ഇവിടെ ഡിഫറെന്റ് റേഷ്യോ ഉണ്ട് ഇമേജിന്റെ, ആൻഡ് ജനറേറ്റ് ഇമേജ്. ഓക്കെ,
ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ടെക്സ്റ്റ് ടു ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഇത് നമുക്ക് ഇമേജ് ആയിട്ട് ക്യാൻവ AI ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്ത് തരും. സോ ലെറ്റ് us see how that works. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം പല പല ഡിസൈൻസ് ജനറേറ്റ്. അപ്പൊ ഈ ഒരു ഇമേജ് കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പൊ ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു മലമുകളിൽ നിൽക്കുന്ന ഒരു കുട്ടി വിത്ത് ഐസ്ക്രീം. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് പ്രകാരം വളരെ നല്ലൊരു ഡിസൈൻ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇതാണ് ടെക്സ്റ്റ് ടു ഇമേജ് എന്ന് പറയുന്ന ഒരു AI ഫീച്ചർ. ഓക്കെ, സോ ഇതും അഗൈൻ മാജിക് സ്റ്റുഡിയോന്റെ ഭാഗമാണ്. ഇനി നമുക്ക് വാട്ട് നെക്സ്റ്റ് ഈസ് മാജിക് ഗ്രാബ്. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ്, നമ്മൾ മാജിക് ഗ്രാബ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് കാണുന്നത്. സോ ഈ ഒരു ഇമേജിനെ സെലക്ട് ചെയ്ത് നമ്മൾ എഡിറ്റ് ഫോട്ടോയിൽ പോയി കഴിഞ്ഞാൽ ദർ ഈസ് സംതിങ് കോൾഡ് മാജിക് ഗ്രാബ്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു മാജിക് പോലെ തന്നെ ഇവിടെ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും. സോ ക്ലിക്ക് ഓൺ മാജിക് ഗ്രാബ്. ഇപ്പോ ആ മലമുകളിൽ നിൽക്കുന്ന കുട്ടി ആ ഇമേജിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഓക്കെ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സി, നമ്മൾ AI വെച്ച് ക്രിയേറ്റ് ചെയ്ത ഇമേജിലെ ആ കുട്ടീനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇറ്റ്സ് മാജിക് ഗ്രാബ്. ഇതാണ് മാജിക് ഗ്രാബ് എന്ന് പറയുന്നത്. ഹൗ ഇസ് ഇറ്റ്? അടിപൊളിയല്ലേ? നൈസ്. സോ ദാറ്റ് ഈസ് മാജിക് ഗ്രാബ്. ദെൻ മാജിക് ഇറേസർ. മാജിക് ഇറേസർ നമുക്ക് ഇറേസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാനിവിടെ അതിനു മുന്നേ ഞാൻ മറ്റൊരു കാര്യം ചെയ്യാം. ഞാൻ മാജിക് എഡിറ്റിലേക്ക് പോവാം. മാജിക് എഡിറ്റ്. ആദ്യം മാജിക് എഡിറ്റ് ചെയ്തിട്ട് മാജിക് ഇറേസിലേക്ക് വരാം. സോ ഞാനിവിടെ ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അഗൈൻ എഡിറ്റ് ഫോട്ടോ, ദെൻ മാജിക് എഡിറ്റിലേക്ക് ഞാൻ പോവാണ്. മാജിക് എഡിറ്റ്. അപ്പൊ ഇതാണ് ഈ കുട്ടിയുടെ ഫോട്ടോ നമുക്ക് കിട്ടി. ഇതിനെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് നമ്മൾ എവിടെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഈ ഐസ്ക്രീം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഐസ്ക്രീം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എന്താണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ടൈപ്പ് ചെയ്യണം ഇനി. സോ റീപ്ലേസ് ഐസ്ക്രീം വിത്ത് പോപ്കോൺ. ഐസ്ക്രീം മാറ്റിയിട്ട് പോപ്കോൺ കൊടുക്കാനാണ് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. ആൻഡ് ക്ലിക്ക് ജനറേറ്റ്. ഇത് മാജിക് എഡിറ്റ് എന്നാണ് ഈ ഒരു ഫീച്ചറിന്റെ പേര്. മാജിക് സ്റ്റുഡിയോന്റെ ഭാഗമാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് AI വെച്ചൊരു പോപ്കോൺ വന്നിട്ടുണ്ട്. നമുക്കത് ഒന്നും കൂടെ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തണം. Insert popcorn. Let's see. ഇപ്പൊ നമ്മൾ ഈ ഐസ്ക്രീം എടുത്ത് കളഞ്ഞിട്ട് പോപ്കോൺ ഇൻസേർട്ട് ചെയ്യാനാണ് ഇവിടെ പോകുന്നത്. സോ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് നോക്കാം. Replace ice cream and insert popcorn. Generate. I think this is better. ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, ദിസ് ഈസ് ബെറ്റർ. നമുക്കിത് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് കൃത്യമായ ഒരു ഡിസൈൻ കിട്ടുന്നത് വരെ നമുക്ക് പുതിയത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ. സോ ഡൺ.
ഇപ്പോ ആ മലമുകളിൽ നിൽക്കുന്ന കുട്ടിയുടെ കയ്യിലുള്ള ഐസ്ക്രീം മാറി അത് പോപ്കോണായി മാറി. ഇനി ഇവിടെ ചെറിയൊരു എഡിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയാനുണ്ട്. സോ ഐ വിൽ ഗോ വിത്ത് നെക്സ്റ്റ്, ദാറ്റ് ഈസ് മാജിക് ഇറേസർ. ഞാനിനി എഡിറ്റ് ഫോട്ടോയിൽ പോയിട്ട് മാജിക് ഇറേസർ എടുക്കുകയാണ്. മാജിക് ഇറേസർ എടുത്തപ്പോൾ നമുക്ക് വീണ്ടും ആ കുട്ടി വന്നു. അപ്പൊ ഇവിടെ കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ട്. ഇവിടെ കുറച്ച് നമ്മൾ ഐസ്ക്രീമിനെ മാറ്റി പോപ്കോൺ വെച്ചപ്പോൾ കുറച്ച് അവിടെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ സോ ലെറ്റ്സ് റിമൂവ് ഇറ്റ്. സോ ദിസ് ഈസ് മാജിക് ഇറേസർ. സോ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് റിമൂവ് ആവും. ഡൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എ വെച്ച് ഒരു മലമുകളിൽ നിൽക്കുന്ന കുട്ടിയെ ക്രിയേറ്റ് ചെയ്ത് ആ കുട്ടീനെ അതിന്റെ പുറത്തേക്ക് എടുത്ത് ഐസ്ക്രീം മാറ്റി പോപ്കോൺ ആക്കി. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് എക്സ്പാൻഡ് ആണ്. എന്താണ് മാജിക് എക്സ്പാൻഡ്? മാജിക് എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നിൽ നിൽക്കുന്ന ഈ ഒരു ഇമേജ് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കിത് ഫുള്ളായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യണം. സോ അതിനുള്ളൊരു ഓപ്ഷനാണ് എഡിറ്റ് ഫോട്ടോ ആൻഡ് മാജിക് എക്സ്പാൻഡ് ഹോൾ പേജ്. ഇപ്പൊ ഈ ഒരു ഇമേജിനെ നമ്മൾ ഈ ഒരു ഫുൾ പേജിലേക്ക് എക്സ്പാൻഡ് ചെയ്യാണ്. സോ ആൻഡ് ക്ലിക്ക് മാജിക് എക്സ്പാൻഡ്. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. Wow. So this seems better. അപ്പൊ ആ ഒരു ഇമേജിന്റെ ചുറ്റിനും വീണ്ടും ബാക്കിയുള്ളതും കൂടെ ക്രിയേറ്റ് ആയി. അങ്ങനെ അത് നമ്മളുടെ ആ ഒരു ചെറിയ ഇമേജ് ഇപ്പൊ ഫുൾ ഇമേജ് ആയി മാറി. സി, അതാണ് മാജിക് എക്സ്പാൻഡ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാജിക് സ്റ്റുഡിയോയിൽ മാജിക് റൈറ്റ്, എങ്ങനെ ചാറ്റ് GPT പോലെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്കൊരു ഡോക്യുമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഇ ബുക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ട് ഇവിടെ ചാറ്റ് GPTയിൽ പോയി കോപ്പി പേസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. അതിന് മാജിക് റൈറ്റ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടു. അങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇ ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് പോലും ചെയ്യണ്ട. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് പോവാം. സോ കണ്ടന്റ് ക്രിയേഷൻ, ബുക്ക് ക്രിയേഷൻ ഇസ് വെരി സിമ്പിൾ. നെക്സ്റ്റ്, ടെക്സ്റ്റ് ടു ഇമേജ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഇമേജ് ടെക്സ്റ്റ് കൊടുത്തിട്ടാണ് ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. ദെൻ മാജിക് ഗ്രാബ്, ആ ഇമേജിലുള്ള കുട്ടിയെ നമ്മൾ ഗ്രാബ് ചെയ്ത് പുറത്തേക്ക് എടുത്തു. ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന മാജിക് എഡിറ്റ് വെച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീമിനെ മാറ്റി നമ്മൾ പോപ്കോൺ ആക്കി. പോപ്കോൺ അതിനുശേഷം അതിന്റെ ചുറ്റിനുള്ളത് ഇറേസ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ മാജിക് എക്സ്പാൻഡ് വെച്ച് ഫുൾ സ്ക്രീൻ ആക്കി. സോ ഇത്രയും കാര്യങ്ങൾ ഇത് പ്യുവർലി എന്താ പറയുന്നത്, ഇപ്പോ നിങ്ങളുടെ കൺമുന്നിൽ AI വെച്ച് ജനറേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. വേറെ ഒരു ടൂളും വേണ്ട. ക്യാൻവ എന്ന് പറയുന്ന ഈ ഒരൊറ്റ ടൂൾ തന്നെ ഇതിന് ദിസ് ഈസ് പ്രെറ്റി ഇനഫ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് എ വീഡിയോ. എങ്ങനെ നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അഗൈൻ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് എന്നുള്ളതാണ്. സോ ലെറ്റ് us ഗോ ടു ആഡ് പേജ്. ഇവിടെ മാജിക് മീഡിയ നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഇവിടെ വീഡിയോസ്, ലെഫ്റ്റ് സൈഡിൽ ഇമേജസ് എന്ന് കാണാം, റൈറ്റ് സൈഡിൽ വീഡിയോസ് എന്ന് കാണാം. അപ്പൊ ഇവിടെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ഇത് തന്നെ കൊടുക്കാം. എ ബോയ് standing on top of a mountain with an ice cream. And a boy standing on top of a mountain with an ice cream. On a rainy day. മഴയുള്ള ഒരു ദിവസം. ജനറേറ്റ് വീഡിയോ.
ഇപ്പൊ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് AI. ക്യാൻവയിൽ ഒരുപാട് ആപ്സ് ഇന്റഗ്രേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പല പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോംസും ക്യാൻവയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പല പല സൊല്യൂഷൻസ് വരുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ്, ഇറ്റ്സ് കമ്മിങ്. We are currently experiencing high demand. Please try again in a few minutes. Let's try once again. ടെക്നിക്കൽ എറർ എന്തോ വന്നിട്ടുണ്ട് അവിടെ. സോ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇരിക്കുന്നത്. സോ നമുക്ക് ആ വീഡിയോ ആവട്ടെ, നമുക്ക് വേറെ അടുത്ത ഓപ്ഷൻ കൂടെ നോക്കാം അപ്പോഴത്തേക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാജിക് സ്വിച്ച്, മാജിക് ആനിമേറ്റ് ആൻഡ് മാജിക് മോർഫ്. സോ മാജിക് സ്വിച്ചിന് നമുക്ക് വേറൊരു ഫയൽ എടുക്കാം. സോ ലെറ്റ്സ് സ്വിച്ചിന് നമുക്ക് പ്രസന്റേഷൻ എടുക്കാം. So let us insert a presentation. മാജിക് സ്വിച്ച് എന്ന് പറയുന്ന ഫീച്ചർ നമ്മൾ എക്സിസ്റ്റിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസൈനിനെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മാറ്റണം. അത് രണ്ട് രീതിയിൽ മാറ്റാം. ഒന്ന്, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, നമുക്ക് മാജിക് സ്വിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർമാറ്റ് മാറ്റണം. ലാൻഡ്സ്കേപ്പ് ആയിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിനെ നമുക്ക് സ്ക്വയറിലേക്ക് മാറ്റണം. നമുക്ക് അതും പോസിബിൾ ആണ്. സോ യെസ്, വീഡിയോ വന്നു. ഇവിടെ ഐസ്ക്രീമിന് പകരം വേറെ എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മഴയുള്ള ഒരു ദിവസം മലമുകളിൽ നിൽക്കുന്ന ഒരു കുട്ടി, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോസിൽ പോലും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
ക്യാൻവയിൽ. ഇപ്പൊ ഇപ്പൊ ഇതൊരു AI ജനറേറ്റഡ് വീഡിയോ ആണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ റീജനറേറ്റ് ചെയ്യാം, പക്ഷെ വീഡിയോ ജനറേഷൻ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ചെയ്ത് നോക്കാം. എഡിറ്റ് വീഡിയോയിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോന്റെ വരെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. സോ അത്രയും പവർഫുൾ ആണ്. നമ്മൾ വളരെ ചിലപ്പോഴൊക്കെ വളരെ നിസാരത്തോടെ കാണുന്ന ഈ ഒരു ക്യാൻവ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അത് അവിടെ നടക്കട്ടെ. നമുക്ക് ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. സോ മാജിക് സ്വിച്ച് എന്ന് പറയുന്നത്, ഇതിപ്പോ ഈ ഒരു പ്രസന്റേഷൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു പ്രസന്റേഷൻ ഫോർമാറ്റിലാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് മാജിക് സ്വിച്ച് ചെയ്യാം. ഒരു മിനിറ്റ്. അപ്പൊ ഇതിനെ നമ്മൾ സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈക്ക് ഗോ ടു ഏറ്റവും മുകളിൽ റീസൈസ് ആൻഡ് മാജിക് സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഫയലിന്റെ മുകളിൽ ക്ലിക്ക് ഓൺ ദാറ്റ്. ദെൻ യു ക്യാൻ കൺവേർട്ട് ദിസ് ടു വീഡിയോസ്, വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, ഏത് രീതിക്ക് ഇതിനെ സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സെലക്ട് ഇറ്റ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽ ഫോർമാറ്റിലേക്ക് മാറ്റണം. നമുക്കത് ഇവിടുന്ന് ഒറ്റ ക്ലിക്കിൽ സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കോപ്പി ആൻഡ് റീസൈസ്. ഇതാണ് മാജിക് സ്വിച്ച്. അപ്പൊ ഏതൊരു ഡിസൈനും നമുക്ക് റീസൈസ് ചെയ്യാൻ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ദെൻ വീഡിയോ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ആ കുട്ടി ഒഴിച്ച് ബാക്കിയെല്ലാം അവിടുന്ന് റിമൂവ് ആയി പോയി. സോ ഇതാണ് ക്യാൻവയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ഓപ്ഷൻ എന്ന് പറയുന്നത് വിത്ത് മാജിക് സ്റ്റുഡിയോ. ഓക്കെ, ദെൻ വി ഹാവ് മാജിക് ആനിമേറ്റ്. മാജിക് ആനിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫയൽസിൽ മാജിക് ആനിമേഷൻ കൊടുക്കുന്നതിനാണ് മാജിക് ആനിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ ഇവിടെ ഈ ഒരു പേജ് എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് ഇവിടെ ആനിമേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മാജിക് ആനിമേറ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബട്ടൺ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. അത് ഓട്ടോമാറ്റിക് ഒരു പ്രസന്റ് ഇംപ്ലിമെന്റ് ആവും. ഓക്കെ, സോ ലെറ്റ്സ് സീ ദാറ്റ്. ഇതിനകത്ത് ഫർദർ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആനിമേഷൻ ഇൻസേർട്ട് ആയി. ഇപ്പൊ ഇത് പ്രസന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻ കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ആനിമേഷൻ വന്നു. ഓക്കെ, സോ ഇതാണ് മാജിക് ആനിമേറ്റ്. ദെൻ വി ഹാവ് മാജിക് മോർഫ്. മാജിക് മോർഫ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റ്, ടെക്സ്റ്റ്, ഇതിനകത്തെല്ലാം മറ്റുള്ള രീതിയിൽ മോർഫിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. മോർഫിംഗ് ഇപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് മോക്കപ്സ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക്, ഇതിനെ ടെക്സ്റ്റിനെ നമുക്കൊരു മോർഫിംഗ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതിന് അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ എലമെന്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മളൊരു സ്റ്റാർ എടുത്തു. ഓക്കെ, സ്റ്റാറിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. ഇവിടെ നിങ്ങൾ ആപ്സിൽ പോയി കഴിഞ്ഞാൽ ആപ്സിൽ മോർഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാജിക് മോർഫ് എന്ന് വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാജിക് മോർഫിന്റെ ഐക്കൺ കാണാം. അപ്പൊ ഇങ്ങനൊരു വിൻഡോ വരും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻസേർട്ട് റെഡ് റോസ് മാജിക് മോർഫ്. അപ്പൊ ഞാൻ ഈ സ്റ്റാറിന്റെ അകത്ത് ചുവന്ന റോസാപ്പൂക്കൾ ഇൻസേർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. സോ ലെറ്റ് us see how that works. ഇപ്പൊ സ്റ്റാറിന്റെ ഉള്ളില് റെഡ് റോസ് ഇൻസേർട്ടായി വന്നിരിക്കുകയാണ്.
കണ്ടോ? ഇതും ക്യാൻവയുടെ മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഫീച്ചറിന്റെ ഭാഗമാണ്. ഇതാണ് മാജിക് മോർഫ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എലമെന്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളോ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഈസിലി പോസിബിൾ. ഓക്കെ. സോ ഇതൊക്കെയാണ് ക്യാൻവയുടെ മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI പവേർഡ് ആയിട്ടുള്ള പ്രോ ഫീച്ചർ നമുക്ക് നൽകുന്നത്. വളരെ പവർഫുൾ ആണ്, യൂസ്ഫുൾ ആണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മാജിക് സ്റ്റുഡിയോ.